ഹായ് എവ്രി വൺ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് എക്സൽ ആണ്. അതായത് ഇത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് ആണ്. ഇതുവരെ എക്സൽ യൂസ് ചെയ്യാത്തവർക്കൊക്കെ തന്നെയും എക്സലിൻ്റെ പവർ ഒന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് ആണ് ഇത്. എക്സൽ മെയിനായിട്ട് നമുക്ക് രണ്ട് രീതിയിൽ എടുക്കാവുന്നതാണ്. ഒന്നെന്ന് പറയുന്നത് നമ്മൾ എക്സലിനെ ഓൺലൈനായിട്ട് ആക്സസ് ചെയ്യുക എന്നുള്ളതാണ്. സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് എക്സൽ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ മെത്തേഡ് അനുസരിച്ചാണെങ്കിൽ നമ്മൾ നമ്മുടെ ബ്രൗസറിൽ വന്നിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്നത് ഏതാണോ ആ ബ്രൗസറിൽ വരിക. ദെൻ excel.new എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഡയറക്റ്റ്ലി എത്തിയിരിക്കുന്നത് എവിടെയാണ്? വളരെ ക്വിക്കായിട്ട് ഒരു വർക്ക് ബുക്കിലേക്ക് തന്നെയാണ് എത്തിയിട്ടുള്ളത്. ഇങ്ങനെയാണ് നമ്മൾ എക്സൽ ഓൺലൈനായിട്ട് ആക്സസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സൽ വേർഷൻ, അതായത് നിങ്ങൾ ഡെസ്ക്ടോപ്പിലോ ലാപ്ടോപ്പിലോ യൂസ് ചെയ്യുന്ന എക്സൽ വേർഷൻ പഴയതാണെങ്കിൽ ഈ ഒരു മെത്തേഡിൽ, അതായത് office.comൽ എക്സൽ യൂസ് ചെയ്യുകയാണെങ്കിൽ പുതിയ ഒരുപാട് ഫങ്ഷൻസ് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. മനസ്സിലായോ? ഇനി ഇതല്ലാണ്ട് സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് എക്സൽ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് എക്സൽ ആദ്യം പർച്ചേസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലേ. ബൈ മൈക്രോസോഫ്റ്റ് 365 എന്നിവിടെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് പോയിട്ട് നിങ്ങൾക്ക് എക്സൽ വാങ്ങിയിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള രണ്ട് മെത്തേഡാണ് മെയിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ഡെസ്ക്ടോപ്പ് വേർഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതായത് എനിക്കിവിടെ എക്സൽ എന്ന് പറയുന്നത് ടാസ്ക് ബാറിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അവൈലബിൾ അല്ലെങ്കിൽ അതിനെ പിൻ ചെയ്ത് വെക്കാനുള്ള ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ സ്റ്റാർട്ടിൽ പോവുക. സ്റ്റാർട്ടിൽ പോകുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് എക്സൽ കാണാം അല്ലേ. അല്ലെങ്കിൽ നിങ്ങളിവിടെ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സൽ വരുന്നതായിരിക്കും. ദെൻ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അൺപിൻ ഫ്രം ടാസ്ക് ബാർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് ഞാൻ ഓൾറെഡി പിൻ ചെയ്ത് വെച്ചുകൊണ്ടാണ് അൺപിൻ എന്ന് കാണുന്നത്. നിങ്ങൾക്ക് പിൻ ടു ടാസ്ക് ബാർ എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും കാണുക. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ടാസ്ക് ബാറിലായിട്ട് നമുക്കിവിടെ എക്സൽ കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരു വിൻഡോയിലാണ് നമ്മളെത്തുക. ഇവിടെ ബ്ലാങ്ക് വർക്ക് ബുക്ക് ഉണ്ട്. അതല്ലാണ്ട് ഒരുപാട് ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ്. മോർ ടെംപ്ലേറ്റ്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ടെംപ്ലേറ്റ്സ് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഞാൻ ഹോമിലേക്ക് തന്നെയാണ് പോകുന്നത്. നമുക്ക് ബ്ലാങ്ക് വർക്ക് ബുക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ എക്സലിലെ ഒരു വർക്ക് ബുക്ക് എന്ന് പറയുന്നത്. ഈ വർക്ക് ബുക്കിൽ നമുക്ക് ഒരുപാട് ഷീറ്റ്സ് ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതായത് ഇത് ഫസ്റ്റ് ഷീറ്റാണ്. ഷീറ്റ് 1 എന്നാണ് ഫസ്റ്റ് ഷീറ്റിൻ്റെ പേര്. ദെൻ നമ്മൾ ഈ ഒരു പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഷീറ്റ് 2 ഉണ്ടാവും. അതുപോലെ ഷീറ്റ് 3, ഷീറ്റ് 4 ഇങ്ങനെ നമുക്ക് ഇഷ്ടംപോലെ ഷീറ്റുകൾ ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ ഷീറ്റിനെയും നമ്മൾ വർക്ക് ഷീറ്റ് എന്നാണ് പറയുക. അത് നിങ്ങൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. അപ്പോൾ വർക്ക് ബുക്കിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? വർക്ക് ഷീറ്റ്സ് ഉണ്ട്. ഇതൊരു നോട്ട് ബുക്കിനോട് കമ്പയർ ചെയ്യാം അല്ലേ. അതായത് ഒരു നോട്ട് ബുക്കിൻ്റെ ഉള്ളിൽ ഇൻഡിവിജ്വൽ പേജസ് ഉള്ളതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വർക്ക് ബുക്കിൻ്റെ ഉള്ളിൽ ഷീറ്റ് 1, ഷീറ്റ് 2 എന്ന് പറഞ്ഞിട്ട് ഇഷ്ടംപോലെ ഷീറ്റ്സുകൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നതായിരിക്കും. ഈ ഷീറ്റ് 1നെ നമുക്കൊന്ന് റീനെയിം ചെയ്യണം എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഒന്നുകിൽ നമുക്കിവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് റീനെയിം എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. മനസ്സിലായ? എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള പേര്, ഇപ്പോൾ ഞാനിവിടെ EMP എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. ദെൻ നമ്മളിവിടെ പുറത്ത് വന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഷീറ്റിൻ്റെ പേര് EMP എന്നായി. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള പേരുകൾ നമ്മുടെ ഷീറ്റുകൾക്ക് കൊടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ വർക്ക് ബുക്കിനെ റീനെയിം ചെയ്ത് കൊടുക്കാം. ഇവിടെ നമ്മുടെ വർക്ക് ബുക്കിൻ്റെ പേരെന്ന് പറയുന്നത് ബുക്ക് 1 ആണ്. ബൈ ഡീഫോൾട്ട് എപ്പോഴൊക്കെ എക്സൽ ഓപ്പൺ ചെയ്യുന്നോ അപ്പോഴൊക്കെ നമുക്ക് വരിക ബുക്ക് 1 എന്ന് തന്നെയാണ്. മനസ്സിലായോ? അപ്പോൾ ഇതിനെ റീനെയിം ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് പഠിക്കണം? സേവ് ആസ് എന്നുള്ള ഓപ്ഷൻസ് പഠിക്കണം. അതായത് എങ്ങനെയാണ് ഒരു വർക്ക് ബുക്കിനെ സേവ് ചെയ്യുക എന്നുള്ളത് അത് ഞാൻ പറഞ്ഞുതരാം. ഫയലിൽ പോവുക. ഇവിടെ സേവ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടല്ലേ, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ നമുക്ക് വേണ്ട ലൊക്കേഷൻ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഡെസ്ക്ടോപ്പാണ് സെലക്ട് ചെയ്യുന്നത്. ദെൻ ഇവിടെ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു പേര് മാറ്റിയിട്ട് ബുക്ക് 1 എന്ന് മാറ്റിയിട്ട് ഞാനിവിടെ എക്സൽ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി XLSX എന്നുള്ളതാണ് ഇതിൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. സേവ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡെസ്ക്ടോപ്പിൽ എന്ത് വന്നിട്ടുണ്ടാവും? ഈ ഒരു ഫയൽ സേവ് ആയിട്ട് കിടക്കുന്നുണ്ടാവും. മനസ്സിലായോ? അപ്പോൾ ഇപ്പോൾ നമ്മുടെ വർക്ക് ബുക്കിൻ്റെ പേരെന്ന് പറയുന്നത് excel.slsx എന്നായി മാറിയിട്ടുണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എക്സൽ വർക്ക് ബുക്കിനെ സേവ് ചെയ്ത് വയ്ക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു വർക്ക് ഷീറ്റിനെ ഒന്ന് സൂം ചെയ്യാം അല്ലേ. ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു ലോവർ റൈറ്റ് കോർണറിൽ വന്നിട്ടുണ്ടെങ്കിൽ സൂം എന്നുള്ള ഓപ്ഷൻ കാണാം. ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ടത് എത്രയാണോ അത്രയും വരെ വെച്ചിട്ട് നമുക്ക് സൂം ചെയ്ത് കൊടുക്കാവുന്നതാണ്. കണ്ടല്ലോ? ഇനി അതേപോലെ തന്നെ നമുക്കിവിടെ സ്ക്രോൾ ബാർ അവൈലബിൾ ആണ്. താഴേക്കും മേലേക്കും ഒക്കെ പോകാൻ സ്ക്രോൾ ബാർ അവൈലബിൾ ആണ്. മനസ്സിലായല്ലോ? മിക്കവരും റിബൺ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. ഈ ഒരു വൈറ്റ് പോർഷനെയാണ് നമ്മൾ റിബൺ എന്ന് പറയുന്നത്. റിബണിൽ നിങ്ങൾക്ക് ഒരുപാട് ടാബ്സ് ഉണ്ട്. ഫയൽ, ഹോം, ഇൻസേർട്ട്, പേജ് ലേഔട്ട്, ഫോർമുലാസ് ഇങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് ടാബ്സ് കാണാം. ഓക്കെ, അപ്പോൾ മറക്കണ്ട, ഇതിനെ റിബൺ എന്ന് പറയും. അതിൻ്റെ മേലെയുള്ളതിനെ നമ്മൾ ടാബ്സ് എന്ന് പറയും. ഇനി ഓരോ ടാബും ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഹോം ടാബ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഗ്രൂപ്പ്സ് കാണാം. അതായത് ക്ലിപ്പ് ബോർഡിൻ്റെ ഒരു ഗ്രൂപ്പ്, ഫോണ്ടിൻ്റെ ഒരു ഗ്രൂപ്പ്, അലൈൻമെൻറ്റിൻ്റെ ഒരു ഗ്രൂപ്പ്, അങ്ങനെ ഒരുപാട് ഗ്രൂപ്പ്സ് കാണാം. അതേപോലെ തന്നെ ഇൻസേർട്ട് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ
അവിടെയും നിങ്ങൾക്ക് ടേബിൾസ് എന്ന് പറയുന്ന ഇല്ലസ്ട്രേഷൻസ് എന്ന് പറയുന്ന കുറേ ഗ്രൂപ്പുകൾ കാണാം. മനസ്സിലായോ? അപ്പോൾ റിബണിൽ എന്തൊക്കെയാണുള്ളത്? ടാബ്സ് ഉണ്ട്, ടാബിൻ്റെ അണ്ടറിലായിട്ട് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ അതുകൂടി ഓർമ്മിക്കാം. ഇനിയിപ്പോൾ ഇതിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും നമ്മുടെ ഈ ഫയൽ മെനു ഉണ്ടാവുക. ഫയൽ മെനു ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ഒരു വ്യൂ ആണ് കിട്ടുക. ഇതെന്ന് പറയുന്നത് എക്സലിൻ്റെ ബാക്ക് സ്റ്റേജ് വ്യൂ ആണ്. ഓക്കെ, ഇതിനെന്താണ് പറയുക? ബാക്ക് സ്റ്റേജ് വ്യൂ എന്നാണ് പറയുക. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാം. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഓപ്ഷൻ പറയാം, അതായത് അക്കൗണ്ട് എന്ന് പറയുന്നത്. നമ്മളോട് പലരും എക്സൽ ഏത് വേർഷനാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിക്കാറുണ്ടല്ലേ. അപ്പോൾ ഈ ഒരു അക്കൗണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാം 2021 മൈക്രോസോഫ്റ്റ് ഓഫീസ് 2021 ആണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ എക്സൽ വേർഷൻ വളരെ ഈസി ആയിട്ട് തന്നെ പറഞ്ഞു കൊടുക്കാം. ബാക്ക് ആരോ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും പഴയ സ്ഥലത്തേക്ക് തന്നെ എത്തി. ഇനി മറ്റൊരു കാര്യം കൂടി പറയട്ടെ, അതായത് ഈ ഒരു അപ്പർ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു പോർഷനെയാണ് നമ്മൾ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്ന് പറയുന്നത്. പേര് പോലെ തന്നെ നമുക്ക് ക്വിക്ക്ലി ആക്സസ് ചെയ്യേണ്ട സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വയ്ക്കുന്ന ഒരു ഏരിയയാണ് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്ന് പറയുന്നത്. ഇവിടെ ഉള്ള കാര്യങ്ങളാണ് ഈ ടിക്ക് മാർക്കിൽ കാണുന്നതൊക്കെ തന്നെയും. ഇവിടെ ഉള്ള കാര്യങ്ങളല്ലാതെ ഇനി എന്തെങ്കിലും വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ടൂൾ ബാറിനെ ഒന്ന് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഡൗൺ ആരോ ക്ലിക്ക് ചെയ്യാം, ദെൻ മോർ കമാൻഡ്സ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ എടുക്കുക. ദെൻ നമുക്ക് ഇവിടുന്ന് എന്താണോ വേണ്ടത് അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇമെയിലാണ് എനിക്കിപ്പം ക്വിക്ക് ആക്സസ് ടൂൾ ബാറിലേക്ക് ആഡ് ചെയ്യേണ്ടതെങ്കിൽ അതൊന്ന് സെലക്ട് ചെയ്യുക, ദെൻ ആഡ് എന്നുള്ള ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിലേക്ക് ഇമെയിൽ വന്നു കഴിഞ്ഞു. ഇങ്ങനെയാണ് ഇതിനെ കസ്റ്റമൈസ് ചെയ്യുന്നത്. ഇനി നമുക്ക് റോ എന്താണ്, കോളം എന്താണെന്ന് നോക്കാം. ഇവിടെ 1, 2, 3 ഇങ്ങനെ ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന ഹൊറിസോണ്ടലി കാണുന്ന ഈ ഒരു അറേഞ്ച്മെൻറ്റ് ഓഫ് സെൽസിനെയാണ് നമ്മൾ റോ എന്ന് പറയുക. അപ്പോൾ 6th റോ ആണിത്, ഇത് 5th റോ, അങ്ങനെ. ഇനി അതേപോലെ കോളം എന്ന് പറയുന്നത് വെർട്ടിക്കലി കാണുന്ന സെൽസിനെയാണ് നമ്മൾ കോളം എന്ന് പറയുക. ഇത് എ കോളം, ഇത് ബി കോളം, അങ്ങനെ അങ്ങോട്ടേക്ക് പോകും. അതായത് ഹൊറിസോണ്ടൽ അറേഞ്ച്മെൻറ്റ് ഓഫ് സെൽസിനെയാണ് റോ എന്ന് പറയുന്നത്, മറ്റ് വെർട്ടിക്കൽ അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ കോളം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി സെൽ എന്താണെന്ന് നോക്കാം. ഞാനിവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന ഈ ഒരു റെക്റ്റാങ്കുലർ ബോക്സിനെയാണ് നമ്മൾ സെൽ എന്ന് പറയുന്നത്. സെൽ അങ്ങനെ വെറുതെ നിൽക്കുന്ന ഒരാളൊന്നുമല്ല, സെല്ലിനൊരു അഡ്രസ്സൊക്കെ ഉണ്ട്. അതായത് ഇപ്പോൾ ഞാൻ ഈ ക്ലിക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഈ സെല്ലിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മൾ പറയേണ്ടത് കോളം നെയിമാണ്. കോളം നെയിം എന്ന് പറയുന്നത് ജി ആണ്. ഇത് ജി കോളമിലുള്ള ഒരു സെല്ലാണ്. അതുപോലെ തന്നെ ഇതെന്ന് പറയുന്നത് 3rd റോയിലുള്ള ഒരു സെല്ലാണ്. അപ്പോൾ G3 എന്നതാണ് ഇതിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ വന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് E5 ആണ്. ഇനി ഇത് കണ്ടുപിടിക്കാൻ ഒരു ഈസി മെത്തേഡ് ഉണ്ട്. ഇതാ കണ്ടോ, ഇവിടെ E5 എന്ന് നിങ്ങൾക്ക് കാണാം. ഇതിനെയാണ് നമ്മൾ നെയിം ബോക്സ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് നെയിം ബോക്സ് എന്ന് പറയും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു സെല്ലിലേക്ക് എത്തണം. ഇപ്പോൾ എനിക്ക് D22 എന്ന് പറയുന്ന ഒരു സെല്ലിലേക്കാണ് പോകേണ്ടതെങ്കിൽ ഞാൻ D22 അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, എൻ്റർ കീ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ട ഡയറക്റ്റ് D22ലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റോയും കോളവും മനസ്സിലായി, അതുപോലെ തന്നെ എന്താണ് സെൽ അഡ്രസ്സ് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി എക്സലിൽ ഒരുപാട് ഷോർട്ട് കട്ട് കീസ് ഉണ്ട്. അതിൽ കുറച്ച് കാര്യങ്ങൾ, അതായത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യം ഞാനിവിടെ പറയാം. ഈ ഒരു സെല്ലിലുള്ള എനിക്കിപ്പോൾ ലാസ്റ്റ് സെല്ലിലേക്ക് പോകണമെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ കൺട്രോൾ കീയും ഡൗൺ ആരോവും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടോ ഞാൻ ലാസ്റ്റ് സെല്ലിലേക്ക് എത്തിയിരിക്കുന്നു. ഇനിയിപ്പോൾ എനിക്ക് ആദ്യത്തെ സെല്ലിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? കൺട്രോൾ കീയും ഹോമും കൂടി ഒന്നിച്ച് പ്രസ് ചെയ്യുക. കണ്ടോ ഫസ്റ്റ് സെല്ലിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ മൗസിൽ ഡ്രാഗ് ചെയ്ത് പോവാതെ വളരെ ഈസി ആയിട്ട് ഇങ്ങനെ കൺട്രോൾ കീസ് യൂസ് ചെയ്തിട്ട് നമുക്ക് നാവിഗേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി അതേപോലെ തന്നെ റൈറ്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ കൺട്രോൾ കീയും റൈറ്റ് ആരോവും പ്രസ് ചെയ്ത് കൊടുക്കുക. കണ്ടല്ലോ, ഇനി വീണ്ടും ഹോമിലേക്ക്, ഇനി വീണ്ടും ഫസ്റ്റ് സെല്ലിലേക്ക് എത്തണമെങ്കിൽ കൺട്രോൾ കീയും ഹോമും കൂടി പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. മനസ്സിലായോ? ഇനി നമുക്ക് ഈ ഒരു സെല്ലിൽ വന്നിട്ട് ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. ഇവിടെ ഫസ്റ്റ് സെല്ലിൽ ഞാൻ കൊടുക്കാൻ പോകുന്നത് EMP കോഡ് എന്നുള്ളതാണ്, എംപ്ലോയി കോഡ്. ഓക്കെ, ഇനി അടുത്ത സെല്ലിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ, അതായത് റൈറ്റ് സൈഡിലേക്കാണ് എനിക്ക് മൂവ് ചെയ്യേണ്ടതെങ്കിൽ ഞാൻ ടാപ്പ് കീ പ്രസ് ചെയ്യുക. അതല്ലെങ്കിൽ റൈറ്റ് ആരോ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിലും മതി. ഇവിടെ ഞാൻ എംപ്ലോയി നെയിം എന്നാണ് കൊടുക്കുന്നത്, EMP നെയിം. അതേപോലെ എൻ്റർ കീ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് താഴേക്ക് പോകാം. അപ്പം താഴേക്ക് പോകണമെങ്കിൽ എൻ്റർ കീയും സൈഡ്സിലേക്ക് പോകണമെങ്കിൽ ടാബുമാണ് പ്രസ് ചെയ്യേണ്ടത്, അതുകൂടി ഓർമ്മിക്കുക. ഇനി മറ്റൊരു കാര്യം ഞാൻ കാണിച്ചു തരാം. ഈ ഒരു സെല്ലിൽ വന്നിട്ട് ഞാനൊന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യട്ടെ. കണ്ടോ, ഈ കിട്ടിയ ഈ ഒരു മെനുവിനെയാണ് നമ്മൾ ഷോർട്ട് കട്ട് മെനു എന്ന് പറയുന്നത്. വളരെ ഈസി ആയിട്ട് കാര്യങ്ങളൊക്കെ ആക്സസ് ചെയ്യാൻ സംഭവമാണ് ഈ ഷോർട്ട് കട്ട് മെനു എന്ന് പറയുന്നത്. ഇതിൻ്റെ മേലെയായിട്ടൊരു ബോക്സ് കാണാം, ഇതാണ് നമ്മുടെ മിനി ടൂൾ ബാർ എന്ന് പറയുന്നത്. ഇവിടെയും കുറേ കാര്യങ്ങളുണ്ട് അല്ലേ. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ബോൾഡ് ആക്കി കൊടുക്കട്ടെ. കണ്ടോ, ബോൾഡായി അല്ലേ.
ഇനി നമുക്ക് ഫിൽ കളർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫില്ല് ചെയ്യാം, ഫോണ്ടിൻ്റെ കളർ മാറ്റണമെന്നുണ്ടെങ്കിൽ ഫോണ്ട് കളർ മാറ്റാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് ഇവിടുന്ന് തന്നെ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. മനസ്സിലായോ? ഈ ഒരു സെല്ലിൽ കൂടി വന്നിട്ട് അതേ കളർ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കാണാം നെയിമിൻ്റെ ഇ എന്ന് പറയുന്നത് പുറത്തേക്കാണുള്ളത് അല്ലേ. ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്കിതിനെ കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ഈ ഒരു പ്ലസ് സൈൻ കാണുമ്പോൾ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഡാറ്റ ആ ഒരു സെല്ലിൻ്റെ ഉള്ളിലേക്ക് തന്നെ വരുന്നതായിരിക്കും. ഇനി ഞാനിവിടെ എംപ്ലോയി കോഡ് ഒന്ന് ടൈപ്പ് ചെയ്യാൻ പോവുകയാണ്. 1 2 3 തൊട്ടിട്ട് ഒരു 100 എംപ്ലോയീസ് ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു 100 വരെ എനിക്കിവിടെ ടൈപ്പ് ചെയ്യണം. 2 3 എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെയാണ് നമ്മൾ എക്സൽ യൂസ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യം വരുന്നത്. അതായത് നമുക്ക് വളരെ ക്വിക്കായിട്ട് തന്നെ ഒരു 100 എംപ്ലോയീസിൻ്റെ കോഡ് ഇവിടെ കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഞാനിവിടെ വന്നിട്ട് ജസ്റ്റ് ഈ 2 സെല്ലൊന്ന് സെലക്ട് ചെയ്യുക. മൗസിൽ ഡ്രാഗ് ചെയ്ത് ഈ 2 സെല്ലൊന്ന് സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെയുള്ള ഈ പ്ലസ് മാർക്ക് ഈ കോർണറിലേക്ക് വരുമ്പോൾ പ്ലസ് മാർക്ക് കാണാം, അതൊന്ന് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. എവിടെയാണോ 100 വരുന്നത് അവിടെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. കണ്ടോ 100 വരെ ഇതിലേക്ക് വന്നു കഴിഞ്ഞു. മറ്റൊരു കാര്യം പറയാം, ഇപ്പോൾ ഒരു സെല്ലിൽ വന്നിട്ട് നിങ്ങൾ 1 എന്ന് ടൈപ്പ് ചെയ്യുന്നു, ദെൻ എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. അതിന് ശേഷം നിങ്ങൾ ഇത് തന്നെ ഡ്രാഗ് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 1 തന്നെയായിരിക്കും വരിക. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് പാറ്റേൺ മനസ്സിലായിട്ടില്ല. കാരണം നമ്മൾ 1 എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ അല്ലേ. അങ്ങനെയാണ് നിങ്ങൾ ഒരു സെല്ലിൽ എൻ്റർ ചെയ്ത് കൊടുക്കുന്നുള്ളൂ എങ്കിൽ ജസ്റ്റ് ഈ ഒരു സൈഡിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം ഓട്ടോഫിൽ ഓപ്ഷൻസ് എന്നുള്ളത് അല്ലേ. അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ കോപ്പി സെൽസ് എന്നുള്ളതിലാണ് ഇപ്പോൾ ഉള്ളത്. അതിന് പകരം നമ്മൾ ഫിൽ സീരീസ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. കണ്ടോ 1 to 12 വരെ വന്നു കഴിഞ്ഞു. അപ്പോൾ എപ്പോഴെങ്കിലും അങ്ങനെ കോപ്പി സെൽസ് ആണ് വരുന്നതെങ്കിൽ ഇങ്ങനെയുള്ള ഫിൽ സീരീസ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഏത് പാറ്റേണിലുള്ള നമ്പേഴ്സും എൻ്റർ ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഈവൺ നമ്പർ ഒന്ന് എൻ്റർ ചെയ്ത് കാണിച്ചു തരാം. 2 4 എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ദെൻ ഇത് രണ്ടും ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ദെൻ ഈ ഒരു എഡ്ജിൽ വന്നിട്ട് ഇതിങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊടുക്കുന്നു. കണ്ടോ ഇപ്പോൾ ഈവൺ നമ്പേഴ്സാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് മാത്രമല്ല, മാസങ്ങളുടെ പേരാണ് എനിക്ക് വേണ്ടതെങ്കിൽ ജസ്റ്റ് ജനുവരി മാത്രം ഞാൻ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. അതിങ്ങനെ ഡ്രാഗ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ബാക്കി എല്ലാ മന്തും ഇവിടെ വരുന്നതായിരിക്കും. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയുള്ള ഫീച്ചേഴ്സുകൾ തന്നെയാണ് എക്സലിനെ വളരെ സ്പെഷ്യൽ ആക്കുന്നത്. നമ്മളിപ്പോൾ എക്സലിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞു അല്ലേ. കുറച്ചുകൂടി അഡ്വാൻസ് ലെവലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഡാറ്റ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് പ്രോഡക്റ്റ് ഡീറ്റെയിൽസിൻ്റെ ഒരു ഡാറ്റയാണിത്. ഇവിടെ ഷീറ്റ് 2 ഞാൻ റീനെയിം ചെയ്തിട്ട് പ്രോഡക്റ്റ് എന്നാക്കിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ടതാണല്ലോ എങ്ങനെയാണ് റീനെയിം ചെയ്യുന്നതെന്ന്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോഡക്ട്സിൽ ആപ്പിൾ, ബനാന, ബ്രൊക്കോളി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പ്രോഡക്ട്സ് ഉണ്ട്. അതിൻ്റെ ഓർഡർ ID നമുക്ക് ഈ കോളത്തിൽ കാണാം. അതുപോലെ തന്നെ ഇത് ഏത് കാറ്റഗറിയിൽപ്പെട്ടതാണ്, ഇനി അത് എത്ര എമൗണ്ടിന് സെല്ല് ചെയ്തു, അതേപോലെ തന്നെ സെല്ല് ചെയ്ത ഡേറ്റ്, സെല്ല് ചെയ്ത കൺട്രി, ഇങ്ങനെയുള്ള ഡാറ്റയാണ് ഈ ഒരു സംഭവം. ഈ ഒരു വർക്ക്ഷീറ്റ് നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവുന്നതായിരിക്കും, ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് വരുന്നതിന് മുൻപേ ഞാൻ എക്സലിൽ ഫോർമുലാസും ഫംഗ്ഷൻസും എന്താണെന്ന്, അത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ഞാൻ പറയാം. ഞാനിവിടെ റാൻഡമായിട്ട് കുറച്ച് നമ്പേഴ്സ് ഇടുകയാണ്. ഓക്കെ, 2 നമ്പർ ഇട്ടിട്ടുള്ളൂ, 23ഉം 34ഉം. ഇതിൻ്റെ സമ്മ് കാണണമെന്ന് വിചാരിക്കുക. എങ്ങനെയാണ് കാണാം? 2 രീതിയിൽ നമുക്ക് കാണാം. ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്ന ഒരു ഫോർമുലയാണ്. അതിന് വേണ്ടിയിട്ട് ഈക്വൽ ടു സിമ്പിൾ ഇടുക. എക്സലിൽ ഏതൊരു ഫോർമുലയും ഫംഗ്ഷനും നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുൻപേ ഈക്വൽ ടു എന്നുള്ള സിമ്പിൾ ഇട്ടിരിക്കണം. ദെൻ നമ്മൾ ഈ ഒരു സെല്ല് സെലക്ട് ചെയ്യുന്നു, അതിനുശേഷം പ്ലസ് സിമ്പിൾ ഇടുക. ദെൻ ഈ ഒരു സെല്ല് സെലക്ട് ചെയ്യുന്നു, ദെൻ എൻ്റർ കീ പ്രസ് ചെയ്യാം. വളരെ ക്വിക്കായിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞു അല്ലേ. നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ള ഫോർമുല കാണണമെങ്കിൽ ജസ്റ്റ് ഇവിടെ വന്നിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ H3 + H4 എന്നുള്ളതാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഫോർമുല. അപ്പോൾ ഇതിനെയാണ് എക്സലിലെ ഫോർമുല എന്ന് പറയുന്നത്. അപ്പോൾ കുറേ നമ്പേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എക്സലിൽ കുറേ ഇൻബിൽട്ട് ആയിട്ടുള്ള ഫംഗ്ഷൻസ് ഉണ്ട്, അത് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണാം. ഇതേ പ്രോബ്ലം തന്നെ ഞാനിവിടെ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ചെയ്ത് കാണിച്ചു തരാം. ഈക്വൽ ടു സിമ്പിൾ ഇടുന്നു. ഇതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ സം ആണ്. ടാബ് കീ പ്രസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് പാരന്തസിസ് ഓപ്പൺ ആയിട്ടുണ്ട്. സം ഫംഗ്ഷനിലെ ആർഗ്യുമെൻറ്റ്സ് ആണ് നമുക്കിവിടെ കാണുന്നത്. നമ്പർ 1, നമ്പർ 2 എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകുന്നതാണ് ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നമ്മുടെ നമ്പേഴ്സിനെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇതാ ഫോർമുല ബാറിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം ആ റേഞ്ച് അവിടെ സെലക്ട് ആയിട്ടുണ്ട് അല്ലേ. ദെൻ എന്ത് ചെയ്യണം? നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ പാരന്തസിസ് ക്ലോസ് ചെയ്ത് കൊടുക്കുക, എൻ്റർ കീ പ്രസ് ചെയ്യുക. കണ്ടോ 57 തന്നെ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഫോർമുല യൂസ് ചെയ്തിട്ട് ചെയ്തു, അതേസമയം ഇവിടെ നമ്മൾ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ചെയ്തു. മനസ്സിലായോ? ഇനി നമുക്ക് ഈസി ആയിട്ട് തന്നെ ഈ എമൗണ്ട്, ടോട്ടൽ എമൗണ്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇവിടെ സെല്ലിൽ താഴെ വന്നിട്ട് ഞാനിവിടെ ജസ്റ്റ് ഈക്വൽ ടു എന്നിടുന്നു, സം ഫംഗ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ദെൻ നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരു റേഞ്ച് ഇങ്ങനെ അങ്ങ് മൗസ് യൂസ് ചെയ്തിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മുടെ പാരന്തസിസ് ക്ലോസ് ചെയ്ത് കൊടുക്കുക, എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. ഇത്രയും എമൗണ്ടിനാണ് ഇവിടെ സെയിൽ നടന്നിട്ടുള്ളത്. മനസ്സിലായല്ലോ? കണ്ടോ എത്ര വേഗം നമുക്ക് സമ്മ് കിട്ടിയല്ലേ. അപ്പോൾ ഇത് തന്നെയാണ് എക്സലിൻ്റെ മാജിക് എന്ന് പറയുന്നത്. നമ്മൾ കാൽക്കുലേറ്ററിലൊക്കെ ഒരുപാട് ടൈം എടുത്ത് ചെയ്യുന്ന പല പ്രോബ്ലംസും നമുക്ക് എന്ത് ചെയ്യാം, എക്സലിൽ സെക്കൻഡ്സ് കൊണ്ട് ചെയ്ത് കിട്ടുന്നതായിരിക്കും. ഇനി സമ്മ് മാത്രമല്ല, മറ്റൊരുപാട് കാൽക്കുലേഷൻസ് ചെയ്യാൻ നമുക്ക് എക്സൽ തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ടേബിൾ എങ്ങനെ ഇൻസേർട്ട് ചെയ്യാം എന്നുള്ളതിനെ പറ്റി ഞാൻ പറയാം. നമ്മൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഡാറ്റയിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക.
ദെൻ ഇൻസേർട്ട് ടാബിൽ പോവുക. ഇവിടെ നിങ്ങൾക്ക് ടേബിൾ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. നമ്മുടെ ഡാറ്റ ടേബിളിലാക്കുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് അഡ്വാൻറ്റേജസ് ആണുള്ളത്. ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഡാറ്റേൻ്റെ ഉള്ളിൽ ക്ലിക്ക് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ആ കംപ്ലീറ്റ് റേഞ്ചും ഇവിടെ സെലക്ട് ആയിട്ടുണ്ട്. ഇനി മൈ ടേബിൾ ഹാസ് ഹെഡേഴ്സ് എന്ന് ഇവിടെ ചോദിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ടേബിളിന് ഹെഡർ ഉണ്ട് അല്ലേ, ഓർഡർ ഐ ഡി പ്രോഡക്റ്റ് കാറ്റഗറി എന്ന് പറയുന്നതാണ് ഹെഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മുടെ ടേബിളിന് ഹെഡർ ഉണ്ട്. അപ്പോൾ അത് അങ്ങനെ തന്നെ മതി. ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടോ നമ്മുടെ ടേബിൾ ഇവിടെ ഇൻസേർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അല്ലേ. ടേബിൾ ഇൻസേർട്ട് ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഹെഡേഴ്സിനൊക്കെ തന്നെയും ഫിൽറ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ഫിൽറ്ററിൽ ഞാനത് ചെയ്ത് കൊടുക്കുകയാണ്. ദെൻ ഇവിടെ കാണാം ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആണ് ഈ ഒരു കോളത്തിലുള്ളത് അല്ലേ. ഇപ്പോൾ എനിക്ക് ഫ്രൂട്ട്സ് മാത്രം മതിയെങ്കിൽ ഞാൻ വെജിറ്റബിൾസിൻ്റെ ടിക്ക് മാർക്ക് ഒന്ന് പോക്കുക. ദെൻ ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് കംപ്ലീറ്റും ഫ്രൂട്ട് മാത്രമായിട്ടുണ്ട് ഉണ്ടോ. ഇങ്ങനെ നമുക്ക് നമ്മുടെ ഡാറ്റയെ ഫിൽട്ടർ ചെയ്തെടുക്കാവുന്നതാണ്. ഫിൽട്ടർ ഇങ്ങനെയല്ലാതെയും ക്രിയേറ്റ് ചെയ്യാം. Ctrl+Shift+L പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സാധാരണ ഡാറ്റയ്ക്ക് തന്നെ ഫിൽട്ടർ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അടുത്തതായിട്ട് നമുക്ക് എക്സലിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റും അതുപോലെ തന്നെ പവർഫുള്ളും ആയിട്ടുള്ള ഒരു ടൂളാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതായത് നമ്മുടെ പിവറ്റ് ടേബിൾ. പിവറ്റ് ടേബിൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഫോർമുലയോ ഫംഗ്ഷനോ ഒന്നും തന്നെ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. എക്സൽ അറിയാത്ത ഒരാൾക്ക് പോലും വളരെ ക്വിക്കായിട്ട് തന്നെ പിവറ്റ് ടേബിൾ ഇൻസേർട്ട് ചെയ്ത് നമുക്ക് ഡാറ്റ അനലൈസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. നമ്മുടെ ഡാറ്റയിൽ നേരത്തെ ക്ലിക്ക് ചെയ്ത് വെച്ച പോലെ തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇൻസേർട്ട് ടാബിൽ പോവുക. പിവറ്റ് ടേബിൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്തിനാണ് പിവറ്റ് ടേബിൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഞാൻ പറയാം. അതായത് നമുക്കൊരു ഹ്യൂജ് ഡാറ്റയൊക്കെ ഉള്ള സമയത്ത് അതിനെ വളരെ ക്വിക്കായിട്ട് തന്നെ സമ്മറൈസ് ചെയ്യാനും അതേപോലെ തന്നെ അതിൽ നിന്ന് നമുക്ക് റിപ്പോർട്ട്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനുമാണ് നമ്മൾ മെയിനായിട്ടും പിവറ്റ് ടേബിൾ യൂസ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തന്നാൽ അതിൻ്റെ യൂസ് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാവുന്നതായിരിക്കും. ഞാനിപ്പോൾ പിവറ്റ് ടേബിൾ ക്ലിക്ക് ചെയ്ത് കൊടുത്തപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഒരു സ്മോൾ വിൻഡോ ആണ് വന്നിട്ടുള്ളത് അല്ലേ. സെലക്ട് ടേബിൾ ഓർ റേഞ്ച് എന്നുണ്ട്. അത് നമ്മുടെ ഡാറ്റയിൽ വെച്ച് ക്ലിക്ക് ചെയ്തുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ റേഞ്ച് സെലക്ട് ആയിട്ടുണ്ട്. ദെൻ ഏത് വർക്ക്ഷീറ്റിലേക്കാണോ, ന്യൂ വർക്ക്ഷീറ്റിലേക്കാണോ അതോ ഇപ്പോൾ ഉള്ള വർക്ക്ഷീറ്റിലേക്കാണോ വേണ്ടതെന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. നമുക്ക് ന്യൂ വർക്ക്ഷീറ്റിലേക്ക് പോവാം. ഇത്രയും കഴിഞ്ഞതിന് ശേഷം ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. കണ്ടോ പിവറ്റ് ടേബിളിൻ്റെ ഫീൽഡ്സ് ഒക്കെ തന്നെയും ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ. ഇതൊക്കെയാണ് പിവറ്റ് ടേബിളിൻ്റെ ഫീൽഡുകൾ. നമ്മുടെ ഈ ഒരു വർക്ക്ഷീറ്റിലുള്ള ഹെഡേഴ്സ് ഓർഡർ ഐ ഡി പ്രോഡക്റ്റ് കാറ്റഗറി ഇങ്ങനെയുള്ള ഈ ഹെഡേഴ്സ് തന്നെയാണ് ഇവിടെ പിവറ്റ് ടേബിളിൽ ഫീൽഡുകളായിട്ട് വന്നിട്ടുള്ളത്. കണ്ടല്ലോ ഈ ഒരു ടേബിളിൽ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ പ്രോഡക്ട്സും മിക്സ് ആയിട്ടാണുള്ളത് അല്ലേ. കൺട്രി വൈസ് സെയിലാണ് വേണ്ടതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ വളരെ ക്വിക്കായിട്ട് പിവറ്റ് ടേബിൾ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് അത് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഞാൻ ഷീറ്റ് 5ലേക്ക് പോവാണ്. അപ്പോൾ ഞാനിവിടെ ആദ്യം പ്രോഡക്റ്റിനെ കൊണ്ടുവന്ന് റോസിലിടുകയാണ്. എന്താ സംഭവിക്കുക നമുക്ക് നോക്കാം. ജസ്റ്റ് മൗസിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ ഡ്രാഗ് ചെയ്ത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക. റോസിലേക്ക് ഇടുകയാണ്. കണ്ടോ റോസിൽ റിപ്പീറ്റേഷൻ ഇല്ലാണ്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തതായിട്ട് എമൗണ്ടിനെ കൊണ്ടുവന്ന് അതേപോലെ വാല്യൂസിലേക്ക് ഇടുകയാണ്. നമ്മളെപ്പോഴും ഡ്രാഗ് ചെയ്തിടുമ്പോൾ ശ്രദ്ധിക്കും നമ്പേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെപ്പോഴും വാല്യൂസിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കൺട്രിയാണ്. അതായത് കൺട്രി വൈസ് സെയിലാണ് എനിക്ക് വേണ്ടത് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൺട്രിയെ കൊണ്ടുവന്ന് ഞാൻ കോളത്തിലേക്കും ഇട്ട് കൊടുക്കുകയാണ്. ഉണ്ടോ നമുക്ക് ഓരോ കൺട്രിയിലും നടന്നിട്ടുള്ള സെയിലാണ് ഈ കിട്ടിയിട്ടുള്ളത്. അവസാനമായിട്ട് ഗ്രാൻഡ് ടോട്ടൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോളം കൂടി വന്നിട്ടുണ്ട്. ഇപ്പോൾ വളരെ കറക്റ്റായിട്ട് തന്നെ നമുക്ക് നമ്മുടെ ഡാറ്റ അനലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ. ഇനിയിപ്പോൾ ഫിൽറ്ററിൻ്റെ യൂസ് കൂടി പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് ഡേറ്റിനെ കൊണ്ടുവന്നിട്ട് ഞാൻ ഫിൽറ്ററിലേക്ക് ഇടുകയാണ്. അപ്പോൾ നമുക്കിവിടെ ഓട്ടോമാറ്റിക്കലി ഒരു ഫിൽറ്റർ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഡേറ്റ് സെലക്ട് ചെയ്യുകയാണ്. ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടോ. ആ ഡേറ്റിൽ മാത്രം സെല് ചെയ്തിട്ടുള്ളതാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇങ്ങനെ നമുക്ക് ഓരോ ഡേറ്റിലെയും സെപ്പറേറ്റ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഡേറ്റ് അല്ല, ഡേറ്റിനെ നമുക്കിവിടെ വേണ്ട എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിനെ ഇവിടുന്ന് ഡ്രാഗ് ചെയ്യുക, ഡ്രോപ്പ് ചെയ്യുക. കണ്ടോ ഡേറ്റ് അവിടുന്ന് പോയിട്ടുണ്ട്. ഇനി അതിന് പകരം നമുക്ക് കാറ്റഗറീനെ കൊണ്ടുവന്നിട്ട് ഒന്ന് ഫിൽറ്ററിലിട്ട് നോക്കാം. ഇനി നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫ്രൂട്ട്സ് മാത്രമാണ് നമുക്ക് കാണേണ്ടതെങ്കിൽ ഫ്രൂട്ട് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടോ ഇപ്പോൾ ആപ്പിൾ, ബനാന, മാംഗോ, ഓറഞ്ച് ഈ ഫ്രൂട്ട്സിൻ്റെ ഡീറ്റെയിൽസ് മാത്രം ഇവിടെ വന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വളരെ ക്വിക്കായിട്ട് പിവറ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. വാല്യൂസിൽ വന്നിട്ട് ഈ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ വാല്യൂ ഫീൽഡ് സെറ്റിംഗ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം അല്ലേ. ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ സം, കൗണ്ട്, ആവറേജ്, മിനിമം, മാക്സിമം ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഇവിടെ കാണാം. അതായത് നമുക്ക് സമ്മ് മാത്രമല്ല നമുക്ക് കൗണ്ട് വേണമെങ്കിൽ കാണാം, ആവറേജ് വേണമെങ്കിൽ കാണാം. ആവറേജ് ഞാൻ സെലക്ട് ചെയ്തിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ വരുന്നത് കംപ്ലീറ്റും ആവറേജ് ആയിരിക്കും. അങ്ങനെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് കാൽക്കുലേഷൻ വേണമെന്നുണ്ടെങ്കിലും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ വളരെ ക്വിക്കായിട്ട് പല രീതിയിലുള്ള റിപ്പോർട്ടുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ പിവറ്റ് ടേബിൾ യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഞാനിവിടെ ഒരു ഡാറ്റ കൂടി എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ എൻ്റർ ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഡാറ്റ ടേബിളിൻ്റെ ഉള്ളിലേക്ക് മാറിക്കഴിഞ്ഞു. അതായത് നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നീട് എൻ്റർ ചെയ്യുന്ന ഡാറ്റ മുഴുവനും ആ ടേബിളിൻ്റെ ഉള്ളിലേക്ക് തന്നെയാണ് വരിക. അങ്ങനെ നമ്മൾ ലാസ്റ്റ് റോയിൽ ഒരു ഡാറ്റ കൂടി എൻ്റർ ചെയ്തിട്ടുണ്ട് അല്ലേ. പിവറ്റ് ടേബിളിൻ്റെ ഷീറ്റിൽ വന്നിട്ട് ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡാറ്റയ്ക്ക് ഇപ്പോൾ ഒരു മാറ്റവും ഇല്ല അല്ലേ. പിവറ്റ് ടേബിൾ അനലൈസ് എന്ന് പറയുന്ന ടാബിൽ പോയിട്ട് ഇവിടെയുള്ള ഈ റിഫ്രഷ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. കണ്ടോ നമ്മുടെ ഡാറ്റ മാറിയിട്ടുണ്ട്. ഇത് തന്നെയാണ് നമ്മുടെ ഡാറ്റ ടേബിളിൻ്റെ ഉള്ളിലാക്കിയിട്ടുണ്ടെങ്കിലുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതായത്
എപ്പോഴൊക്കെ നമ്മൾ ഡാറ്റ എൻ്റർ ചെയ്ത് കൊടുക്കുന്നോ അപ്പോഴൊക്കെ തന്നെ നമ്മുടെ പിവറ്റ് ടേബിളിനെ ഒന്ന് റിഫ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അപ്ഡേറ്റ് ആവുന്നതായിരിക്കും. ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത്. എക്സലിൻ്റെ മാജിക് പവർ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നല്ലൊരു ടോപ്പിക്കുമായിട്ട് കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.